യൂണിവേഴ്സൽ മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. മഹാകുറുമ്പനും മനുഷ്യവിദ്വേഷിയുമായ ഒരൊറ്റയാനെ നേരിട്ട കഥ പറയാം. സേലം ജില്ലയിലെ പനപ്പട്ടി എന്ന ഗ്രാമത്തിനടുത്താണ് ഈ വെടപട്ടി എന്ന പ്രദേശം. ഭൂരിഭാഗവും വനമാണവിടെ. കാവേരി നദി ഈ വനസ്ഥലത്തൂടെയാണ് കളകളാരവം മുഴക്കി മന്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ആനകളുടെ ഒരു മേച്ചിൽപ്പുറമാണ് അവിടം. അതിലൊരുവനാണ് നമ്മുടെ കഥാനായകൻ. ഒറ്റയാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണരുന്ന രൂപം അത്യുഗ്രനായ വലിയൊരു ആനയുടേതാണെങ്കിലും ഇവൻ അത്ര ഉന്നതനൊന്നുമല്ല. 7-7.5 അടിയിലധികം ഉയരമില്ല. ഒരു കൊമ്പ് ഒടിഞ്ഞതുകൊണ്ട് ഒറ്റക്കൊമ്പൻ എന്ന പേരും കിട്ടി. കാര്യവും കാരണവുമൊന്നും വ്യക്തമല്ലെങ്കിലും അവൻ മനുഷ്യവർഗത്തോട് നിരന്തര വൈര്യം പുലർത്തിയിരുന്നു. ഒരുപാട് ആളുകളെ ഒരു കാലത്ത് അവനും കാവേരി നദിക്കരയിൽ മേഞ്ഞു നടന്ന വലിയൊരു ആനക്കൂട്ടത്തിലെ കുടുംബാംഗമായിരുന്നു. മഹാശക്തനും ധീരനുമായ ഒരു നേതാവിന്റെ സംരക്ഷണയിൽ അനേകം പിടിയാനകളും കുട്ടിയാനകളും യൗവനത്തിലേക്ക് കടക്കുന്ന കൂട്ടവും ഒക്കെ ചേർന്ന് ആ ഗജരാജ കുടുംബം സമാധാനത്തിലും സഹവർത്തത്തിലും കഴിഞ്ഞു പോന്നു. പക്ഷേ ഇതൊന്നും എപ്പോഴും എല്ലാവർക്കും പിടിക്കുകയില്ലല്ലോ. നമ്മുടെ കഥാനായകന് ഒരല്പം പോക്കൃത്തരമൊക്കെ കയ്യിലുണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അവന്റെ വികൃതിത്തരമൊക്കെയും എല്ലാവരും ക്ഷമിച്ചു. പക്ഷേ യൗവനത്തിലെത്തിയതോടെ അവൻ പല കാര്യങ്ങളിലും അതിര് കടക്കുന്നതായി സംഘത്തലവന് തോന്നി. നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നത് മാത്രമല്ല പ്രശ്നം, കൂട്ടത്തിലെ തരുണിമണികളോട് അവൻ ഗജകുല മര്യാദകൾ മറികടന്ന് പെരുമാറാനും തുടങ്ങി. തലവൻ അവന് പലതവണ ചൊല്ലിക്കൊടുത്തു, പിന്നെ ചെറിയ ശിക്ഷകളിലൂടെ തല്ലിക്കൊടുത്തു. എന്നിട്ടും ഗുണമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ നിന്നും അവനെ തള്ളിക്കളഞ്ഞു. ചുമ്മാതങ്ങ് പോകാനൊന്നും അവൻ കൂട്ടാക്കിയില്ല. തലവനോട് ഏറ്റുമുട്ടാൻ തന്നെ അവൻ ഒരുങ്ങി. പക്ഷെ മഹാശക്തനായിരുന്ന തലവനോട് അവൻ തോറ്റു തുന്നം പാടി. ഒരു കൊമ്പും ഒടിഞ്ഞു. പോർവിളികളോടെ ഓടിപ്പോയി. അങ്ങനെയാണ് അവൻ ഒറ്റക്കൊമ്പനും ഒറ്റയാനുമായി തീർന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിൽ അവൻ തന്റെ ശൗര്യം തീർക്കാൻ കണ്ടതോ പാവപ്പെട്ട മനുഷ്യരും. അവന്റെ ആദ്യ യുദ്ധപ്രഖ്യാപനം സാധുവായ ഒരു കാളവണ്ടിക്കാരനോടായിരുന്നു. ഒരു ദിവസം കാട്ടുപാതയിലൂടെ മുളയും കയറ്റി വരികയായിരുന്നു ആ കാളവണ്ടിക്കാരൻ. കുലദ്രോഹിയെന്ന് മുദ്ര കുത്തി പുറത്തായതിൽ ഒടുങ്ങാത്ത പകയുമായി രോഷാകുലനായി നടക്കുകയായിരുന്ന നമ്മുടെ ഒറ്റയാന്റെ മുന്നിലാണ് ആ കാളവണ്ടിക്കാരൻ ചെന്നുപെട്ടത്. വളരെ ദൂരെ നിന്ന് തന്നെ ആനയുടെ രൗദ്രഭാവം കാളവണ്ടിക്കാരന് മനസ്സിലായി. തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് സർവ്വശക്തിയും എടുത്ത് പാഞ്ഞു വരുന്ന ആനയിൽ നിന്ന് കാളയോ രക്ഷിക്കാൻ തനിക്കാവില്ലെന്ന് അയാൾ ചാടിയിറങ്ങി ആവുന്നത്ര വേഗത്തിൽ ഓടിമറഞ്ഞു. അത് കണ്ട ഒറ്റയാന്റെ ദേഷ്യം ഇരട്ടിയായി. അവൻ ആ കാളവണ്ടി തരിപ്പണമാക്കി. ഒരു കാളയെ തൂക്കിയെടുത്ത് അടുത്തുള്ള മരത്തിലിടിച്ച് അതിന്റെ മാംസം പൂക്കുറ്റി പോലെ ചിതറിച്ചു കളഞ്ഞു. ഇത് കണ്ട മറ്റേ കാള ഇതിനകം മുഖത്തിൽ നിന്നും സ്വതന്ത്രമായിരുന്നതിനാൽ പാവം മരണപ്പാച്ചിലിൽ പാഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നീട് അതൊരു പതിവ് വിനോദമാക്കി മാറ്റുകയാണ് അവൻ ചെയ്തത്. കാട്ടുവഴിയിൽ എവിടെയെങ്കിലും അനങ്ങാതെ മറിഞ്ഞു നിൽക്കും. ഹതഭാഗ്യനായ ഏതെങ്കിലും മനുഷ്യൻ അടുത്തെത്തുമ്പോൾ പെടുന്നനെ മുന്നിലേക്ക് ചാടി വീഴും. എന്നിട്ട് അയാളെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് തറയിലോ മരത്തിലോ അടിച്ച് തകർക്കും. അല്ലെങ്കിൽ കാലുകൊണ്ട് തല ചവിട്ടി പൊട്ടിക്കും. ഇത് വല്ലാത്തൊരു ക്രൂരമായ സംതൃപ്തി അവന് നൽകിയിരിക്കുക. എന്തായാലും അവനൊരു മഹാഗജപോക്രിയായി വിലസാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഒരു മാനസിക ഉല്ലാസത്തിനായി മീൻപിടുത്തം എന്ന ഉഗ്രൻ ആശയവുമായി ഞാൻ കാവേരിയാറ്റിൻ തീരത്തുള്ള ഹൊഗനേക്കൽ എന്ന സ്ഥലത്ത് എത്തിയത്. നദിയിൽ ആ ഭാഗത്ത് ധാരാളം മുതലകൾ ഉള്ളതായി കേട്ടിരുന്നു. തരം കിട്ടിയാൽ ഒരു മുതലയെ പിടിക്കണമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. ഹൊഗനേക്കൽ ഫോറസ്റ്റ് ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് ഞാൻ മത്സ്യബന്ധനമെന്ന മഹാദൗത്യം ആരംഭിച്ചു. അതുവരെ ഞാൻ ഈ ഒറ്റക്കൊമ്പനെ കുറിച്ച് ആരും പറഞ്ഞതായി കേട്ടിരുന്നില്ല. 2ാം ദിവസത്തെ മീൻപിടുത്തം കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിൽ വന്നിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു മയിലിന്റെ കരച്ചിൽ കേട്ടു. എനിക്ക് മയിലിറച്ചി വളരെ ഇഷ്ടമാണ്. ഒത്തുകിട്ടിയാൽ ഈ കരയുന്നവനെ അത്താഴത്തിന് കറിയാക്കാമെന്ന് കരുതി എന്റെ ഇരട്ടക്കുഴൽ തൂക്കുമെടുത്ത് ഞാൻ ഇറങ്ങി. മയിലിന്റെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യമാക്കി ഞാൻ ശ്രദ്ധയോടെ നടന്നു. അങ്ങനെ നടന്ന് ഞാൻ ചീനാർ നദിയുടെ തീരത്തെത്തി. കുറുകെയുള്ള പോഷക നദിയാണ് ചീനാർ. ചീനാറിന്റെ മറുകരയിൽ എവിടെയോ ഒരു ആൺമയിലിന്റെ ശബ്ദം ഞാൻ കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ കണ്ണിന് വർണ്ണപ്പകിട്ട് പകർന്നുകൊണ്ട് ഒരു ആൺമയിൽ പീലി വിടർത്തി നൃത്തം ചെയ്തു വരുന്നതാണ് ഞാൻ കണ്ടത്.
എൻ്റെ ഒരു ദുഷ്ടലാക്ക് മൂലം അവൻ്റെ ആ സൗന്ദര്യ രൂപം ആസ്വദിക്കുന്നതിനെക്കുറിച്ച്, അവൻ്റെ ആ മനോഹര ദൃശ്യം കാണുന്നതിനെക്കുറിച്ചോ എനിക്ക് ചിന്തയുണ്ടായില്ല. അവനെ കൊന്നു കിട്ടുന്ന ഇറച്ചിയെക്കുറിച്ച് മാത്രമാണ് എനിക്കന്ന് ചിന്തിക്കാനായത്. നദിയുടെ ഇക്കരയ്ക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അപ്പോഴേക്കും അവൻ എന്നെ കണ്ടു. ഞാനാകട്ടെ അവൻ അപ്രത്യക്ഷനാകും മുൻപ് നിറയൊഴിക്കാൻ കഴിയുമോ എന്ന ചിന്തയിലുമായിരുന്നു. പെടുന്നനെ ആ കനത്ത നിശബ്ദതയെ കശക്കി എറിഞ്ഞുകൊണ്ട് ആ ഭയങ്കരനായ കൊലയാളി ഒറ്റക്കമ്പൻ തുമ്പിക്കയും ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരലർച്ചയോടെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരാക്രമണമായിരുന്നു അത്. മയിലിനെ വെടിവെക്കാൻ കൊണ്ടുവന്ന ഇരട്ടക്കുഴൽത്തോക്കാണ് എൻ്റെ പക്കൽ ആകെ ഉള്ളത്. അതുകൊണ്ട് വെടിയേറ്റാൽ ഈ പർവ്വതത്തിന് വല്ലതും സംഭവിക്കുമോ? ഇല്ലെങ്കിൽ എൻ്റെ കഥ എന്താകും? ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും നടപ്പില്ല. കയറ്റവും കല്ലും പാറയുമൊക്കെയുള്ള ആ വഴിയിലൂടെ ഓടുക അസാധ്യം. ഈ ചിന്തകളെല്ലാം അര സെക്കൻഡിനുള്ളിൽ എൻ്റെ തലച്ചോറിലൂടെ ഫസ്റ്റ് ട്രാക്കിൽ ഓടിമറഞ്ഞു. ആന കൂടുതൽ അടുത്തെത്തിയിട്ട് എൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് പ്രവർത്തിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. വളരെ അകലെ നിന്ന് പ്രയോഗിക്കാവുന്നതല്ല ഇത്. പ്രത്യേകിച്ചും ഒരാനയുടെ നേർക്കാകുമ്പോൾ തൊട്ടടുത്ത് നിന്ന് വേണം വെടിയുതിർക്കാൻ. അത് പക്ഷേ എൻ്റെ കാര്യം കുട്ടിച്ചോറാക്കാൻ കാരണമാവുകയും ചെയ്യും. എന്നിൽ നിന്ന് കഷ്ടി 30 വാര മുന്നിലെത്തിയതും അവൻ്റെ ചുരുട്ടിപ്പിടിച്ച തുമ്പിക്കൈ ലക്ഷ്യമാക്കി ഞാൻ 2 തിരയും പ്രയോഗിച്ചു. അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. തോക്കിൻ്റെ ശബ്ദവും അതോടൊപ്പം ഏറ്റ മുറിവും അതിൻ്റെ വേദനയും എല്ലാം കൂടി അവനെ ഒരു നിമിഷം സ്തംഭിപ്പിച്ച് നിർത്തിക്കളഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഞാൻ ജീവനം കൊണ്ട് ഓടി. എൻ്റെ പിന്നാലെ അവൻ കൊലവിളി തുടരെ ഉയരുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി എൻ്റെ റൈഫിളും എടുത്തുകൊണ്ട് തിരിച്ചോടി സംഭവസ്ഥലത്തേക്ക്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി. പിറ്റേന്ന് എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂരേക്ക് മടങ്ങേണ്ടി വന്നു. ഒരു 2ാം റൗണ്ട് ഏറ്റുമുട്ടലിന് സമയമുണ്ടായില്ല. അവനെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന കഥകളൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. സർക്കാർ അവനെ ഒരാളെ കൊല്ലിയായി പ്രഖ്യാപിച്ചു. അവനെ കൊല്ലുന്നവർക്ക് 500 രൂപ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. ഇതറിഞ്ഞ് ആ നാട്ടുകാരനായ ഒരു നായാട്ടുകാരൻ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു. ആനയെ കൊന്നാൽ ലഭിക്കുന്ന ഖ്യാതി മാത്രമല്ല, രൊക്കം 500 രൂപയും കിട്ടും. പക്ഷെ മൂപ്പർ കാണിച്ചത് അല്പം അതിസാഹസവും ബുദ്ധിമോശവുമായി പോയി. ഒരു പഴഞ്ചൻ .5 ഇരട്ടക്കുഴൽ തൂക്കുമായിട്ടാണ് അയാൾ ആനയെ വേട്ടയാടാൻ പോയത്. കാടുകളിൽ ഒറ്റക്കൊമ്പനെ തിരഞ്ഞ് അയാൾ നടന്നു. ഞാനുമായി ആന ഏറ്റുമുട്ടിയ ഭാഗമുൾപ്പെടെ പലയിടത്തും 2 ദിവസം തിരഞ്ഞിട്ടും ആനയെ കാണാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കായിരുന്നില്ല മൂപ്പരുടെ തിരച്ചിൽ. സഹായത്തിന് 3-4 ആളുകളും ഉണ്ടായിരുന്നു. ആന ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത പൊന്നകരാം കാട്ടിൽ ഒരു രാത്രി ആ നായാട്ട് സംഘം തമ്പടിച്ചു കൂടി. അടുത്തടുത്തായി 2 കൂടാരങ്ങളുണ്ടാക്കി. അതിനു ചുറ്റും വിറക് ശേഖരിച്ചു കൂട്ടി തീയുമിട്ടു. അഥവാ ആനയെങ്ങാനും വന്നാലോ എന്ന് കരുതിയാണ് ഈ മുൻകരുതലൊക്കെയും എടുത്തത്. എല്ലാവരും ക്ഷീണം കൊണ്ടും വേണ്ടത്ര സുരക്ഷയുണ്ടെന്നും സമാധാനത്താലും സുഖമായി കിടന്നുറങ്ങി. ഇതെല്ലാം എങ്ങനെയോ മണത്തറിഞ്ഞതുപോലെ നമ്മുടെ ഒറ്റയാൻ അവിടെ എത്തി. അഗ്നികുണ്ഡങ്ങൾ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു. തീ തീരെയില്ലാത്ത ഭാഗം കണ്ടെത്തി ആന അതിലൂടെ അകത്തു കടന്ന് കൂടാരം വലിച്ചു പൊളിച്ചു. കെട്ടി ഉണർന്ന നായാട്ട് സംഘം അലറി വിളിച്ച് 4 പാടും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ സംഘം നേതാവിന് അത് സാധിച്ചില്ല. അയാൾ ആ കൂടാരത്തിൽ കുടുങ്ങിപ്പോയി. തന്റെ ഇരട്ടക്കുഴൽ തോക്ക് എടുക്കും മുമ്പ് ആന അയാളെ കോരിയെടുത്തു കഴിഞ്ഞിരുന്നു. ആ നിർഭാഗ്യവാനെ എടുത്തുകൊണ്ടുവന്ന് കാട്ടുപാതയിലിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. മനുഷ്യച്ചോരയുടെ ഗന്ധത്തിൽ മതം കൊണ്ട് അവൻ ഒരു വിജയ അട്ടഹാസം മുഴക്കി കാട്ടിലേക്ക് കയറിപ്പോയി. ഈ സംഭവം കൂടിയായപ്പോൾ ആനയെ കൊല്ലുവാനുള്ള പാരിതോഷികം 1000 രൂപയായി സർക്കാർ ഉയർത്തി. പാരിതോഷികത്തിൽ ഭ്രമിച്ചില്ലെങ്കിലും ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിന് കാരണം കൂടിയുണ്ട്. ഞാനുമായി ഏറ്റുമുട്ടിയ അവൻ ആ പക ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നിരിക്കണം. ഇപ്പോൾ താൻ പകയോടെ കൊന്നത് എന്നെ ആവുമെന്നാവും അവൻ ധരിച്ചിരിക്കുക. ചുരുക്കത്തിൽ മരിച്ച മനുഷ്യൻ എൻ്റെ പകരക്കാരനായി മാറി. അതുകൊണ്ട് തന്നെ അവനോട് ആ കണക്ക് തീർക്കണമെന്ന് എനിക്ക് വാശി തോന്നി. ഒട്ടും വൈകാതെ ഞാൻ പനപ്പട്ടിയിലെത്തി. കാവേരി പുഴയിലൂടെ തീരങ്ങളിലോ പൊന്തക്കാടുകളിലോ അവനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ദൗത്യം ആരംഭിച്ചത്. എൻ്റെ സഹായിയായി ഒരാളെ കൂടെ കൂട്ടി. കക്ഷിക്ക് ആ സ്ഥലമെല്ലാം നന്നായി അറിയാം. ഞങ്ങൾ ചീനാർ നദിക്കരയിലെത്തി. പുഴയോരത്ത് നനഞ്ഞ മണലിൽ അവൻ്റെ കാൽപ്പാടുകൾ കാണാനുണ്ടായിരുന്നു. 6 അടി പൊക്കമുള്ള ഒരു തരം പുല്ല് പുഴക്കരയിൽ വളർന്ന് പൂത്തു നിൽക്കുന്നുണ്ട്. ചില ഭാഗത്ത് 10-12 അടി ഉയരത്തിലും പുല്ല് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ ആനയല്ല ഒരു ആനക്കൂട്ടം നിന്നാലും കാണാൻ പറ്റില്ല. ഒരിടത്ത് ആ പുല്ലുകൾ ഇരുവശത്തേക്കും ചാഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു.
അതിലൂടെ ഒറ്റക്കൊമ്പൻ കടന്നു പോയിരിക്കാമെന്ന് ഞങ്ങൾ ഊഹിച്ചു. ആ പുല്ലുകൾ വകഞ്ഞു മാറ്റി വഴിയുണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. ഒരു വിധത്തിൽ അത് സാധിച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഈറ്റക്കാടുകളുടെ ദുർഗമമായ കോട്ടകളാണ് കണ്ടത്. അതിനിടയിലൂടെ ദേഹമാകെ മുറിഞ്ഞും കീറിയുമൊക്കെയുമുള്ള ഒരു യാത്ര അത്യന്തം വിഷമകരമായിരുന്നു. അതെല്ലാം സഹിച്ച് തുടർച്ചയായി 4 ദിവസം അലഞ്ഞെങ്കിലും ഒറ്റക്കമ്പൻ്റെ യാതൊരു വിവരവും കിട്ടിയില്ല. വല്ലാത്തൊരു മടുപ്പും നിരാശയും തോന്നി. എങ്കിലും 5-ാം ദിവസം അന്വേഷണം തുടരുക തന്നെ ചെയ്തു. കാവേരിയുടെ തീരത്തുകൂടി മുകളിലേക്കാണ് ഞങ്ങൾ നടന്നത്. 3 മൈലോളം നടന്നു ചെന്നപ്പോൾ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു. അക്കരെയുള്ള കോയമ്പത്തൂർ കാടുകളിൽ നിന്നും പുഴ നീന്തിക്കയറി ഇക്കരെ എത്തിയതാണവൻ. കാൽപ്പാടുകൾ കണ്ടപ്പോൾ അത് അവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ നടന്നു. വഴിയിൽ ആനപ്പിണ്ടവും കണ്ടു. എന്നാൽ അതത്ര പുതിയതൊന്നുമായിരുന്നില്ല. അവൻ ഏറെ ദൂരം പിന്നെയും പോയിട്ടുണ്ടാവണം. ഞങ്ങൾ പിന്നെയും നടന്നു. ആ കാൽപ്പാടുകൾ കാവേരിയുടെ തീരത്ത് തന്നെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടപ്പോൾ പിന്നെയും നിരാശ തോന്നി. ആന നദി നീന്തിക്കടന്ന് കോയമ്പത്തൂർ കാടുകളിലേക്ക് മടങ്ങിപ്പോയി കാണും. എങ്കിലും ശ്രമം തുടർന്ന് നദീതീരത്തൂടെ പിന്നെയും നടന്ന് ചെന്നപ്പോൾ ആന മൂത്രമൊഴിച്ച പാടും ആനപ്പിണ്ടങ്ങളും കണ്ടു. അത് പരിശോധിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവൻ അത് വിസർജിച്ചത് എന്ന് മനസ്സിലായി. ആനയുമായുള്ള അകലം കുറഞ്ഞു വരികയാണെന്ന് തോന്നിയപ്പോൾ ഭയവും ആകാംക്ഷയും വർദ്ധിച്ചു. അവൻ പോയ വഴിയെ വൃക്ഷശിഖരങ്ങൾ ഒടിച്ചിട്ടത് കാണാമായിരുന്നു. ആനയ്ക്ക് ഞങ്ങളുടെ മണം കിട്ടാത്ത വിധം കാറ്റ് എതിർദിശയിലേക്കാണ് വീശിയിരുന്നത്. അത് ഭാഗ്യമായി. ദൂരം കൂടി ചെന്നപ്പോൾ ആന നദിയിലിറങ്ങി നീരാടുന്നതിൻ്റെ ശബ്ദങ്ങൾ കേട്ടു. ആറ്റുതീരത്തെ വള്ളികളും പുല്ലുകളും മറവാക്കിക്കൊണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിസ്തരിച്ചൊരു കുളി നടത്തുകയാണ് ആന. ഒരു വശം തിരിഞ്ഞാണ് നിൽപ്പ്. ഒറ്റക്കമ്പനാണോ എന്നറിയണമെങ്കിൽ മറുവശം കൂടി കാണണം. 5 മിനിറ്റ് നേരം കൂടി വെള്ളത്തിൽ തിമിർത്ത ശേഷം അവൻ പെട്ടെന്ന് മറുകരയിലേക്ക് നീന്താൻ തുടങ്ങി. ഞങ്ങളെ അവൻ കണ്ടിട്ടില്ല. മണം പോലും കിട്ടിയിട്ടുമില്ല. ഞങ്ങൾ നിന്ന ഭാഗത്തേക്ക് അവൻ നോക്കാതിരുന്നതിനാൽ അവൻ്റേത് ഒറ്റക്കൊമ്പാണോ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി നോക്കി നിന്നാൽ അവൻ നീന്തി കയറി അവൻ്റെ പാട്ടിന് പോകും. എന്തായാലും അവൻ്റെ മുഖമൊന്ന് കാണണം. ഞാൻ ഒരു ശബ്ദമുണ്ടാക്കി. ഉടനെ അവൻ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. അതെ, ഇത് ഞാൻ തേടുന്ന. നിമിഷാർദ്ധത്തിൽ അവൻ്റെ പ്രാകൃതമൊക്കെ മാറി. ചെവി വട്ടം പിടിച്ച് തുമ്പിക്കൈ ചുരുട്ടി വാലുയർത്തിക്കൊണ്ട് അവനൊന്ന് ചിഹ്നം വിളിച്ചു. എന്നെ കൊല്ലാനായി അവൻ മുന്നോട്ട് ആഞ്ഞതും എൻ്റെ വിഞ്ചസ്റ്റർ 405 ഗർജിച്ചതും ഒന്നിച്ചായിരുന്നു. അത് കൃത്യമായി അവൻ്റെ തൊണ്ടയിൽ തന്നെ തറച്ചു. ചോര വാർന്നൊഴുകി. ഏറ്റുമുട്ടലിനുള്ള അവൻ്റെ താല്പര്യം കുറഞ്ഞു. രക്ഷപ്പെടാൻ ഒരുക്കമെന്ന് കണ്ട് അടുത്ത വെടി മസ്തിഷ്കത്തിലേക്ക് തുടുത്തു. 3ാമത്തത് ചെവിയുടെ ഭാഗത്തും തറച്ചു. പിന്നെ ആ ഗജപോക്കരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവനാകെ വിറച്ച് തുള്ളി നദിയിലേക്ക് തന്നെ ചെരിഞ്ഞു വീണു. മുൻപൊരിക്കൽ അവനോട് ഏറ്റുമുട്ടിയത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോ എന്തോ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചുപോയി. ഏതായാലും കൂട്ടത്തിൽ നിന്ന് കലമ്പി പിരിഞ്ഞ് ഒറ്റയാനായി കുറുമ്പ് കാട്ടി നടന്ന അവൻ്റെ അന്ത്യം കാവേരിപ്പുഴയെ രക്തപങ്കിലമാക്കിക്കൊണ്ട് ഒഴുകി. നദിയിലെ വെള്ളം ചുവപ്പ് നിറമായി മാറുന്നത് നോക്കി ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ചു. യൂണിവേഴ്സൽ മന്ന എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനലിലെ കഥകൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ, ഷെയറുകൾ, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതൊക്കെയും എൻ്റെ ഈ ചാനലിനെ വളരുവാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വലിയതാണ്. ആ കമൻറ്റുകൾ നിങ്ങൾ ഇതിനകത്ത് ഇടണം. വീണ്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെൻ്ററിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇറ്റ്സ് മീ ബിജു.